ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളെ അധികരിച്ച് വളരെ പ്രായോഗിക പ്രസക്തമായ ഒരു ഉപദേശമാണ് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും പ്രായോഗികമാക്കാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു മേഖലയിൽ നമ്മുടെ കർത്താവ് നൽകിയ വളരെ ശക്തമായ പ്രബോധനമാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ ബന്ധത്തിൽ ആ കൽപ്പനയുടെ വിശദാംശങ്ങളും കൽപ്പനാ ലംഘനത്താൽ വരാൻ സാധ്യതയുള്ളതായ പ്രതികൂലങ്ങളും ദോഷങ്ങളും നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ആ പ്രമാണത്തെ ഏറ്റവും ലളിതമായി മനസ്സിലാകത്തക്കവണ്ണം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നുള്ളതായ ചില പ്രായോഗികമായ പാഠങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇയ്യോബ് വളരെ ഭക്തനായ മനുഷ്യനായിരുന്നു എന്നിരിക്കലും താനേറെ വിധിക്കപ്പെടുവാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ട് സാധിച്ചു. നമ്മൾ എത്ര ഭക്തന്മാരാണെങ്കിലും വിധിക്കപ്പെടുക എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതായ കാര്യം നമ്മൾ അവിടെ ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ചില വിശദാംശങ്ങളാണ് ധ്യാനിക്കുവാനിടയായിട്ട് തീർന്നത്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരാണ് തന്നെ വിധിച്ചത് എന്നിരിക്കലും വളരെ മൂർച്ചയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കാനിടയായിട്ട് തീർന്നത് എന്നുള്ളത് നമ്മൾ കാണാനായിട്ടിടയായി. തൻ്റെ ജീവിതത്തെ അവർ കുറ്റപ്പെടുത്തി, തൻ്റെ മക്കളുടെ ജീവിതത്തെ പോലും കുറ്റപ്പെടുത്താനിടയായിട്ട് തീർന്നു എന്നുള്ളത് നാം കാണുവാൻ ഇടയായിട്ട് തീർന്നു. ഒടുവിലായിട്ട് ഈ പാപത്തിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന വിധിയെക്കുറിച്ച് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് ഉപസംഹരിച്ചത്. ഒടുവിലായി നമ്മൾ ചില വാക്യങ്ങൾ ആ ബന്ധത്തിൽ വായിച്ചിരുന്നു. 42-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വിധിച്ച ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ എങ്ങനെ വിധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിച്ചായിരുന്നു. അതൊന്ന് ചിന്തിച്ച് വരണമെന്ന് പറഞ്ഞായിരുന്നു. സാധിക്കുകയാണെങ്കിൽ ഒരു ഗൃഹപാഠവും എഴുതിക്കൊണ്ട് വരണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളങ്ങനെ ചെയ്തു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഗൃഹപാഠം എഴുതിയ ഒരാൾ തന്നിട്ടുണ്ട്. അത് ഞാൻ വായിച്ച് പ്രയോജനപ്പെടുത്താം എന്ന് കരുതുകയാണ്. ഇനി വേറെ ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നാൽ അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് കൂടുതൽ ആത്മീക പ്രകാശനം ലഭിക്കുന്നതിനും ഇത് മുഖാന്തരമായിട്ട് തീരാവുന്നതാണ്. 42-ാം അധ്യായത്തിലെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വളരെ വായിച്ച് പരിചയിച്ച് കാണും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ്. നമുക്കറിയാം, ദൈവം വളരെ ഗൗരവമായിട്ടാണ് ഈ സ്നേഹിതന്മാരോട് ഇടപെട്ടതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളും നമ്മൾ ചിന്തിക്കണം എന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു പ്രയോഗമെന്ന് എടുത്ത് പറഞ്ഞായിരുന്നു. യഹോവ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എന്ന് 2 അല്ല 3 പേരോട്
ആ കാര്യം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഓർത്ത ഒരു കാര്യം, സുപരിതമായൊരു കാര്യം ഒന്ന് ചേർത്ത് പറഞ്ഞ് പോകട്ടെ. ഇവർ വിധിച്ചത് ദൈവത്തെ അല്ല, പിന്നെ ആരെയാണ് വിധിച്ചത്? ഇയ്യോബിനെയാണ് വിധിച്ചത്. പക്ഷേ ഇയ്യോബിന് കോപം ജ്വലിച്ചോ എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ ദൈവം അവരെ വിളിച്ച് വളരെ ഗൗരവമായി സംസാരിക്കുന്നതായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വലിയ സത്യം അവിടെ നമുക്ക് ചേർത്ത് ഓർക്കാനായിട്ട് സാധിക്കും. ഈ സ്നേഹിതന്മാർ ഇയ്യോബിനെതിരെയാണ് സംസാരിച്ചത്. പക്ഷേ അത് ദൈവത്തിനെതിരെ ആയിട്ടാണ് ദൈവം കാണുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, അതിലടങ്ങിയിരിക്കുന്ന കാതലായ സത്യം നമുക്ക് പുതിയ നിയമത്തിൽ വളരെ ലളിതമാണ്. ഈ വാചകം ഞാൻ പറഞ്ഞപ്പോൾ പുതിയ നിയമത്തിലെ ഒരു ചരിത്രഭാഗം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രവൃത്തികളുടെ 9-ാം അധ്യായത്തിൽ തർസോസുകാരനായി ശൗൽ ഉപദ്രവിച്ചത് യേശുവിനെ ഉപദ്രവിക്കുന്നു എന്നുള്ള വിചാരത്തിലല്ല, പിന്നെയോ കർത്താവിൻ്റെ ആളുകളെയാണ് ഉപദ്രവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ വാക്യം നമ്മൾ എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. കർത്താവ് ശൗലിനോട് ചോദിക്കുന്നത്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ ഈ ഒരു വലിയ കാര്യം ഓർത്തിരുന്നാൽ നല്ലതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ അകാരണമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, വിധിക്കപ്പെടുമ്പോൾ, അങ്ങനെ ഈ കാര്യം നമുക്കറിയാമെങ്കിൽ അത്ര ദുഃഖിക്കേണ്ടതായ ആവശ്യം വരികയില്ല. കാരണം ഞാനല്ലല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതായ ആ ബോധ്യം നമ്മെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ മുഖത്തുമൊക്കെ വളരെ ശാന്തതയോടും സൗമ്യതയോടും കൂടെ പ്രതികരിക്കത്തക്കവണ്ണം അത് കാരണമായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നമുക്ക് ആ വലിയ സത്യം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കറിയാം, ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഇവരോട് ഇടപെട്ടതായ രീതി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വാക്യവുമായിട്ട് അതിന് ഒത്തിരി ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു കഠിനമായ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ വാക്യങ്ങൾക്ക് ഒരു തലക്കെട്ട് നിങ്ങളങ്ങനെ ചിന്തിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാനും ചിന്തിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നപ്പോൾ ഞാൻ ഈ വാക്യങ്ങൾക്കൊരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കാനിടയായി തീർന്നു. അളന്ന് കിട്ടിയ വിധിയാണിത് എന്ന് പറഞ്ഞാൽ, ഇവരെ എങ്ങനെ വിധിച്ചോ ആ അളവിൽ തന്നെ വിധിക്കപ്പെടുന്നു എന്ന് നാം ഇവിടെ കാണും. മത്തായി 7-ന്റെ 2-ാമത്തെ വാക്യം നമ്മുടെ പോർഷനാണല്ലോ. ആ വാക്യം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ ഈ സ്നേഹിതന്മാർ ഏത് അളവിൽ അളക്കുവാൻ ഇടയായിട്ട് തീർന്നുവോ അതേ അളവിൽ അവർ വിധിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വിധിക്കപ്പെടുന്നു എന്നുള്ളത് മനുഷ്യരിൽ നിന്നും ഉണ്ടാകാം, പിന്നെ ദൈവം ആ കാര്യത്തിൽ ഇടപെടുന്നതാണല്ലോ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവം ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വായിച്ചപ്പോൾ ഓർത്തായിരുന്നു, ശരിക്കും വിധിക്കുന്നു എന്നുള്ളതൊരു വിധയാണ്. അപ്പോൾ വിധിക്കുന്നതൊരു വിധയാണെങ്കിൽ വിതയ്ക്കുന്ന അളവിൽ തന്നെയായിരിക്കും അത് കൊയ്യുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മൾ ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഇവരെങ്ങനെ ഇയ്യോബിനെ വിധിച്ചോ അതേ അളവിൽ തന്നെ തിരിച്ച് വിധിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഇയ്യോബിൻ്റെ ദൈവം അങ്ങനെ ഇടപെടുവാൻ, വിധിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ആ കണക്കിനോട് ബന്ധപ്പെട്ടതായ ചില സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഒത്തിരി സമഗ്രമായിട്ട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പുതിയ നിയമത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിലും ഞാനതൊന്ന് പരാമർശിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവം അവരോട് ചില നിർദ്ദേശങ്ങളൊക്കെ നിർദ്ദേശിക്കുമ്പോൾ അതിലും വളരെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർ കൊണ്ടോട് ഹോമയാഗം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് സൗകര്യം പോലെ കഴിക്കാനല്ല പറയുന്നത്. പിന്നെ വളരെ കൃത്യമായ കണക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കണക്ക് ഞാൻ ചോദിക്കുന്നില്ല. 7 കാളയെ യാഗം കഴിക്കണം. അത്രയും മതിയോ? അത്രയും മതിയോ? 7 ആട്ടുകൊറ്റനെയും കൊണ്ടുവന്ന് യാഗം കഴിക്കണം എന്ന് ദൈവം അവരോട് നിർദ്ദേശിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് ഇങ്ങനെ പറയട്ടെ, 7 8 ഇനി 7 6 ഈ സ്നേഹിതന്മാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു ദൂത് പറയാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതം, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം കണക്കിലാണ് നമ്മുടെ ദൈവം ഇടപെടുവാൻ ഇടയായിട്ട് തീരുന്നത്. അതിനോട് ബന്ധപ്പെട്ട എന്തെല്ലാം സത്യങ്ങൾ നമുക്ക് അറിയാം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ കൃത്യത സൂക്ഷിക്കാനുള്ള ആവശ്യകതയിലേക്കാണ് ഈ സത്യം വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇത് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ദൈവം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിലൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ വേദപുസ്തകത്തിലെ ഈ സത്യം വളരെ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് നമുക്ക് സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ് അത് വെളിച്ചം വീശുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വലിയ സത്യത്തെ ഏറ്റവും കൃത്യമായി സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ നമുക്ക് 119 സങ്കീർത്തനം 4 വാക്യം ഒരിക്കൽ കൂടി ഓർത്തു പോകാം. എന്തിനാണ് നമുക്ക് ന്യായപ്രമാണം തന്നിരിക്കുന്നത്? അവിടെ കൃത്യമായി ആചരിക്കേണ്ടതിനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് കൃത്യതയോടെ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കുന്ന വേദഭാഗത്ത് ഉണർവിൻ ചരിത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യതയെ വെളിപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ധാരാളം കാണുവാനിടയായിട്ട് തീർന്നു. ഈ 2 മാസം വായിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാനും അവസരം നമുക്ക് ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. യോശിയാവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ദാവീദിൻ്റെ വഴികളിൽ നിന്ന് പിന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെയാണ് യോശിയാവ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ദാവീദിൻ്റെ വഴികളെ ഈ കഴിഞ്ഞ ദിവസം ആ വാക്യം ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ മത്തായി സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ
ദാവീദ് ജീവിച്ച് 13ാമത്തെ തലമുറക്കാരനായിട്ടാണ് യോശിയാവ് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ 13 തലമുറകൾ മുമ്പുള്ള ആളുകളുടെ കാര്യങ്ങളുമൊക്കെ ഈ ഇവരുടെ ചരിത്രത്തിൽ എഴുതി കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും അങ്ങനെ അത്രയും മുൻപോട്ട് നീങ്ങിയുള്ള തലമുറകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കാനായിട്ട് വളരെ പ്രയാസമാണ്. പിന്നെ ദാവീദ് ഒരു അളവുകോലായിരുന്നു എന്നുള്ളത് കൊണ്ടും ആ ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിശദീകരണങ്ങൾ യഹൂദിൻ്റെ പ്രമാണത്തിൽ ഉൾപ്പെട്ടതായിരുന്നു എന്നുള്ളത് കൊണ്ടും അവർക്കത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, ആ ദാവീദിൻ്റെ വഴികളെ വിട്ട് ഇടത്തോട്ടോ മലത്തോട്ടോ മാറാതെ ഏറ്റവും കൃത്യമായിട്ട് താൻ ജീവിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഈ കണക്കിൻ്റെ കൃത്യത എന്നുള്ളത് നാം നമ്മുടെ ജീവിതത്തിൻ്റെ കൃത്യതയോട് ചേർത്ത് ഉൾക്കൊള്ളേണ്ടിയതായ കാര്യമാണ്. അത് പറഞ്ഞപ്പോൾ ഒരു വാക്യം കൂടി ഞാനങ്ങ് പറഞ്ഞോട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ 7-8 വാക്യങ്ങളിൽ യോശുവയ്ക്ക് ദൈവം നിർദ്ദേശം കൊടുക്കുമ്പോൾ, നിർദ്ദേശം കൊടുത്തൊരു വലിയ നിയോഗം കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ പറയുന്നതായ കാര്യം, മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണം വിട്ട് എന്തു ചെയ്യരുത്, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കൃത്യത എന്നുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതായ വലിയ സത്യം അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവർ അനുഭവിക്കേണ്ടി വന്നതായ കടന്നുപോയ വിധി ആ വലിയ സത്യത്തെ വെളിപ്പെടുത്തുക. പുതിയ നമുക്ക് പരിചയമുള്ളൊരു വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, വിഷയം വേറൊന്നാണ് കേട്ടോ, എങ്കിലും ഈ പ്രയോഗം അവിടെ നാം കാണുന്നുണ്ട്. ധാരാളമായി വിതയ്ക്കുന്നവർ ധാരാളമായിട്ടാണ് കൊയ്യുന്നത്. അതിൻ്റെ മറുവശമുണ്ട്, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. അപ്പോൾ ഈ വിധിക്കുക എന്നുള്ളതായ വിഷയത്തിൽ നമ്മൾ വിതയ്ക്കാതിരിക്കാം, കഴിയുന്നിടത്തോളം ലോഭമായി വിതയ്ക്കുക. ആ പ്രയോഗം അവിടെ പ്രത്യേകിച്ച് പ്രസക്തമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ 2 കൊരിന്ത്യർ 9-6 പറയുന്നതിൻ്റെ ആ പശ്ചാത്തലം ഒന്നും പറയാതെ പോകുന്ന ഒരു അവിശ്വസ്തയാകുമോ? 2 കൊരിന്ത്യർ 9-6 എന്തിനു വേണ്ടി, എന്ത് കാര്യത്തിലാണ് അത് പറയുന്നത്? കൊടുക്കുന്ന കാര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി വേർതിരിച്ച് കൊടുക്കുന്നതിൽ ലോഭമായിട്ടാണ് വിതയ്ക്കുന്നതെങ്കിൽ ലോഭമായിട്ടേ കൊയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ പശ്ചാത്തലത്തിൽ ഈ വാചകം പരാമർശിക്കുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പറയണമല്ലോ എന്നുള്ളതുകൊണ്ട് ഓർപ്പിക്കുകയാണ്. കർത്താവിനായി ധാരാളമായി കൊടുക്കാനായി ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഞാനൊരു സത്യം ഇവിടെ ചേർത്ത് പറയുന്നത്, ദൈവത്തിൻ്റെ ജനവും ഈ കൊടുക്കുന്ന പ്രമാണം ഏറ്റവും ശരിയായി പഠിച്ച് പ്രായോഗികമാക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ദൈവസഭയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ആവശ്യങ്ങളും സമൃദ്ധിയായിട്ട് നിവർത്തിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു നല്ല കാലത്തിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ. കാരണം ദൈവത്തിൻ്റെ ജനം ധാരാളമായി കൊടുക്കാൻ ഇടയായിട്ട് തീരുന്നത് കർത്താവിൻ്റെ കാര്യങ്ങൾ ഏറ്റവും സമൃദ്ധിയായി നിർവഹിക്കപ്പെടുന്നതിന് കാരണമായിട്ട് തീരും. മലാക്കി പ്രവചനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ വാക്യത്തിനും അത് പറയുന്നുണ്ടല്ലോ, എൻ്റെ ആലയത്തിൽ, അടുത്ത വാക്ക് ഏതാണ്? എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നമുക്ക് നൽകട്ടെ. അപ്പോൾ ഈ വിശദാംശങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ദൈവകൃപയും ഞാനിന്ന് പകൽക്കാലം ഓർക്കാനിടയായിട്ട് തീർന്നു. കൃത്യമായ കണക്കിലാണ് ദൈവം വിധിക്കുന്നത്.
പക്ഷെ നിങ്ങളിത് ഈ പോർഷനിലൂടെ കടന്നു പോയപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഇളവ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? അത് ഇന്ന് പകരം എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതായൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിശദാംശങ്ങൾ ദൈവാത്മാവ് നൽകുമ്പോൾ തന്നെ ഈ കണക്കിലുള്ളൊരു ഇളവ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. 8-ാമത്തെ വാക്യം നമുക്കറിയാമെങ്കിലും ഒന്ന് ചേർത്ത് വായിച്ചു പോകാം. 8-ാമത്തെ വാക്യം ഇയ്യോബ് 42:8. നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്നു നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കും. എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച അവിടെ ഒരു കണക്കുണ്ട് ഇല്ലേ? നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. അപ്പോൾ മൂഢതയ്ക്ക് തക്കവണ്ണം ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള നീതി. ശരിയായിട്ടുള്ള നീതി അതാണ്. പക്ഷേ ഞാനിന്ന് പകൽ വളരെ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഇത്രയും പ്രതിസന്ധിയുടെ നടുവിലും ആ കാര്യത്തിൽ ദൈവം ഇവരോടൊരു ഇളവ് കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആ ഇളവിൻ്റെ ഒരു വഴിയാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. കാരണം ഇയ്യോബിൻ്റെ പ്രാർത്ഥന മുഖാന്തരവും നിങ്ങൾക്ക് അതിലൊരു ഇളവ്, നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും എന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഇത് ദൈവസഭയിൽ നമുക്ക് പ്രായോഗികമാക്കുവാൻ സാധിക്കുന്നതായൊരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ സഭയിൽ നമ്മൾ നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലത്തിൽ ദൈവം കൃത്യമായിട്ടുള്ള നീതി നടത്താതെ ഇളവ് ചെയ്യാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവസഭയിലെല്ലാം ഭംഗിയായി പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും മാതൃകയായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ നല്ലതാണെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ മാതൃകയായി ചെയ്യാൻ കഴിയാത്ത വിശ്വാസികളും ചിലപ്പോൾ സഭയിൽ ഉണ്ടാകാം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ മനോഭാവവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതായ ആ പ്രാർത്ഥനയുടെ പിമ്പിലുള്ളതായ സ്നേഹത്തിലും ഇയ്യോബ് ഇവിടെ വളരെ മനോഹരമായ മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു ധാർമ്മിക രോഷം തോന്നും, പക്ഷെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ ധാർമ്മിക രോഷം വേണ്ട. പിന്നെയോ നമുക്ക് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരോടുള്ള സ്നേഹത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഗിരിപ്രഭാഷണത്തിലെ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളോട് വളരെ വിരോധമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് വേണ്ടിയും ചെയ്യേണ്ടിയ കാര്യമായിട്ടാണല്ലോ പ്രാർത്ഥന ഇരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇനി വായിക്കേണ്ട ആവശ്യമില്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അടുത്ത വാചകം ഓർക്കണ്ട. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ഇവിടെ ഞാൻ വളരെ അത്ഭുതപ്പെട്ടൊരു കാര്യം, നമ്മുടെ കയ്യിൽ ഈ ഗിരിപ്രഭാഷണമൊക്കെ കിട്ടിയ ആളുകളാണ്. എത്രയോ വർഷങ്ങളായി നമ്മളിത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരായ ആളുകളാണ്. പക്ഷേ ഈ പ്രഭാഷണമൊന്നും കിട്ടാതിരുന്ന ഇയ്യോബും തന്നെ ഇത്രത്തോളം മൂർച്ചയേറിയ വാക്കുകളിൽ വേദനിപ്പിക്കുവാനുമൊക്കെ ഇടയായിട്ട് തീർന്ന ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. എന്നെ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇവിടെ ഇവരോട് പറയുകയാണ്,
നിങ്ങൾ ഇയ്യോബിൻ്റെ അടുക്കൽ ചെല്ലണം, ഹോമയാഗം കഴിക്കണം. എന്നിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ ദാസനായ ഇയ്യോബ് എന്ത് ചെയ്യുമെന്നാണ് ദൈവം പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഓർത്തു, ഈ ഭക്തനെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഒരാത്മവിശ്വാസമാണ്. കാരണം ദൈവത്തിന് ഒരു സംശയമില്ല, ഇയ്യോബ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കും എന്നുള്ളതായ ആ കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇയ്യോബിനെക്കുറിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. കർത്താവിൻ്റെ കൂടെ ജീവിച്ച ശിഷ്യന്മാർ പോലും അവരെ ഒരു ഗ്രാമത്തിൽ കൈക്കൊള്ളാതെ വന്നപ്പോൾ അവരെല്ലാം കർത്താവിനോട് വന്ന് പറഞ്ഞത്, ഏലിയാവ് പറഞ്ഞതുപോലെ അല്ലേ, ഓർക്കണല്ലേ നിങ്ങളത്? ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഇവരെ ദഹിപ്പിക്കണമെന്ന് അതാണ് അവരുടെ നിർദ്ദേശമായിട്ട് ഇരുന്നത്. അപ്പം ഞാൻ ഓർത്തൊരു കാര്യം, ഇത്രയും വെളിച്ചമൊന്നും കിട്ടാതിരുന്നതായ ആ ദൈവഭക്തനെക്കുറിച്ച് ദൈവം എന്തോ ഒരു വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടപെടുവാൻ ഇടയായിട്ട് തീരുന്നത് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, അങ്ങനെ ആ പ്രാർത്ഥന എത്രയോ വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീർന്നു. ഈ സ്നേഹിതന്മാരുടെ മൂഢതയ്ക്ക് തക്കവണ്ണം ദൈവം ഇടപെടാതിരിക്കത്തക്കവണ്ണം ഇടിവിൽ നിന്നതായ ഇയ്യോബിൻ്റെ അനുഭവവും പ്രാർത്ഥനയുമാണ് കാരണമായിട്ട് തീർന്നത് എന്ന് നമ്മൾ കാണുകയാണ്. യഹെസ്കേൽ പ്രവചനത്തിലെ ഒരു അന്വേഷണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ. ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ എത്ര പേരെ അന്വേഷിച്ചു എന്നാണ് അവിടെ പറയുന്നത്? ഒരു പുരുഷനെ അന്വേഷിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ ഈ വായനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഇങ്ങനെയുള്ള ഒരു പുരുഷനെയോ ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ ഒരു കൂട്ടത്തെയോമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അവിടെയാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ആത്മീക ഉണർവിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് വായിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ ഇടയായിട്ട് തീരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ ജനത്തോടുള്ളതായ സ്നേഹവും അവരോടുള്ളതായ കരുതലും ആ സ്നേഹം പ്രാർത്ഥനയിലൂടെ സാക്ഷ്യപ്പെടുത്താനുള്ളതായ ഉത്തരവാദിത്വവും ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് അവിടെ ദൈവം ആവർത്തിച്ച് പറയുകയാണ്, അവൻ്റെ മുഖം ആദരിച്ചാണ് അവൻ്റെ സ്നേഹിതന്മാരുടെ മൂഢതയ്ക്ക് തക്കവണ്ണം അവരോട് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു കണക്കും കൂടെ നമ്മൾ ഈ വാക്യങ്ങളുടെ ഉള്ളിൽ കാണുന്നുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് ചേർത്ത് പറയാം എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞാലും ആ കണക്കെന്നുള്ള സന്ദേശത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയാം. എങ്കിലും ഈ വാക്യങ്ങളുടെ ഉള്ളിൽ നാം അത് കാണുന്നുണ്ട്. അതിൻ്റെ 10ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേറൊരു കണക്ക് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചോളൂ 10ാമത്തെ വാക്യം. അപ്പോൾ അവിടുത്തെ കണക്ക് ഇയ്യോബ് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്ന വലിയ അനുഗ്രഹമാണ് ഇവിടെ ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളതായ ഒരു മാതൃകയുണ്ട്. ഇയ്യോബ് ഒത്തിരി പ്രയാസങ്ങളിലൂടെയും സ്നേഹിതന്മാരുടെ വാക്കുകളിൽ നിന്നുള്ളതായ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു എന്നിരിക്കലും തൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ഈ വിഷയത്തിൽ
പ്രതികരിച്ചു എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു വലിയ അനുഗ്രഹമാണ് താൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മളിവിടെ കാണുന്നതായ കാര്യം, ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട്, അതൊരു വലിയ കണക്കാണ്, ഇരട്ടിയായിട്ട് ദൈവം നൽകി എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാൻ ഇന്ന് രാത്രി വിശദീകരണം കൂടാതെ ഒരു വലിയ സത്യം അവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം പ്രതികൂലമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അകാരണമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, അകാരണമായി മറ്റുള്ളവരാൽ വിധിക്കപ്പെടുമ്പോൾ, നമ്മുടെ മനസ്സൊരു പക്ഷേ അങ്ങനെയുള്ള വാക്കുകളാൽ വേദനിക്കുവാൻ ഒക്കെ ഇടയായിട്ട് തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജയാളിയായിട്ട് തീരാം എന്നുള്ളതിന് ഇയ്യോബ് ഒരു മനോഹരമായിട്ടുള്ളതായ മാതൃകയാണ്. ഞാൻ ഇത് ഇനി ആ വശം കൂടെ വിശദീകരിക്കേണ്ട എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ ചരിത്രം അറിയാമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. ഇയ്യോബ് അത് ഏറ്റവും വിജയകരമായിട്ട് അതിജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വലിയ സത്യമുണ്ടല്ലോ, നന്മയാൽ എങ്ങനെ ജയിക്കാമെന്ന് പറയുന്നു, അല്ല, തിന്മയെ നന്മയാൽ തിന്മയെ നമുക്ക് ജയിക്കാം. ഇവിടെ ഇയ്യോബ് എന്ത് മനോഹരമായിട്ടാണ് നന്മയാൽ തിന്മയെ ജയിച്ച് ജയാളിയായി അതിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി ഭക്തന്മാർ പഴയ നിയമത്തിലുണ്ട്. അവരിൽ പലരെയും നമുക്ക് അറിയാം. യോസേപ്പിൻ്റെ ചരിത്രമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നമ്മെ പഠിപ്പിക്കുവാനിടയായിട്ട് തീരുന്നത്. ആ ചരിത്രത്തിൽ യോസേപ്പിൻ്റെ ഓരോ കാൽച്ചുവടുകളും എനിക്കും നിങ്ങൾക്കും പിൻപറ്റാനായിട്ട് സാധിച്ചാൽ ഈ തലമുറയിലും നമുക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈവം അതൊന്നും കണക്ക് അവഗണിക്കുന്നവനല്ല. അതെല്ലാം വളരെ കൃത്യമായി നമുക്ക് തീർത്ത് തരുന്നവനാണ്. എബ്രായലേഖനത്തിൽ ഒരു വാക്യം നമ്മൾ സാധാരണ ഓർക്കാറുണ്ടല്ലോ, കർത്താവിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം അവൻ മറന്നു കളയുകയില്ലെന്ന് മാത്രമല്ല, അതിന് തക്കവണ്ണം ആദരിക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഞാൻ ഓർപ്പിക്കുന്നത്, ഈ വാക്യങ്ങളിൽ തന്നെ ദൈവീക ഇടപെടലിലുള്ളതായ ആ കണക്കിൻ്റെ പ്രത്യേകത എത്രയോ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നത്. മറ്റൊരു സത്യം കൂടി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ദൈവിക ആലോചനയോട് കാണിച്ച അനുസരണവും വളരെ മനോഹരമായിട്ടുള്ള അനുസരണമാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യം ഇവരുടെ കുറ്റമാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വാക്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ദൈവം എന്ത് പറഞ്ഞുവോ അതെല്ലാം വളരെ കൃത്യമായി അനുസരിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. 9-ാമത്തെ വാക്യത്തിലാണല്ലോ ആ അനുസരണം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കുന്നതായി നാം കാണുന്നത്. എലീഫസും ബിൽദാദും സോഫരും ഒക്കെ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നുള്ളത് ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ആ വാക്യം നമുക്കൊന്നങ്ങ് വായിക്കാം. ആ വാക്കുകൾ നമ്മൾ വേറെ പല സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ വാക്കൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. 9-ാമത്തെ വാക്യം, എന്ത് ഭംഗിയായിട്ടാണ് ആ സത്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഈ വാക്യം വായിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ വേറെ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ആരെങ്കിലും മനസ്സിൽ വന്നെങ്കിൽ പറയാം. 6-ാം അധ്യായത്തിൽ നോഹയെക്കുറിച്ച്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു വാക്കോടെ ചേർത്ത് പറയുകയാണ്, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഞാനിന്ന് ഈ വാക്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഓർത്തു, ദൈവത്തിൽ എത്രയോ ഭക്തന്മാരാണ് ദൈവം അവരോട് എന്തു പറഞ്ഞോ അത് അതുപോലെ കൃത്യമായിട്ടും അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രവൃത്തി 26:19 നമ്മൾ കൂടെ ഓർക്കും. അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിന്ന് ജയാളിയായ ദൈവദാസൻ പറയുകയാണ്, അഗ്രിപ്പാവെ, ഞാൻ ഇന്നയോളം സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് ഈ സ്നേഹിതന്മാരുടെ ഒരു ബഹുമാനം തോന്നിയൊരു കാര്യമാണിത്. അവരുടെ ഭാഗത്ത് പെശകുകൾ വന്നു, ദൈവം അത് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഇതെന്തു ദൈവം പറഞ്ഞോ അത് അതുപോലെ അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരോട് ഈ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതൊരു കാര്യമല്ല. 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും സംഘടിപ്പിക്കാൻ പറ്റുമായിരിക്കാം. ഇവരും ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരല്ലേ, അതുകൊണ്ട് സമ്പന്നരായിരുന്നിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ 7 കാളയുടെ 7 ആട്ടുകൊറ്റൻ്റെയൊക്കെ വില ഇന്നത്തെ നിലയിൽ കണക്ക് കൂട്ടിയാൽ അത് വലിയൊരു തുകയാണ്. തുകയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ദൈവം ഇവിടെ ഒരു പ്രായശ്ചിത്തം ആവശ്യപ്പെടുക. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് നിങ്ങൾ പോയി ഇയ്യോബിനോട് ക്ഷമ ചോദിക്കാനല്ല പറയുന്നത്, പിന്നെയോ ഇവരുടെ ഈ നടപടിയെ വളരെ ഗൗരവമായി ദൈവം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു വാചകമെന്ന് പറഞ്ഞോട്ടെ, എല്ലാ പാപങ്ങളും ക്ഷമ പറഞ്ഞാൽ തീരുകയില്ല. പിന്നെയോ ചില പാപങ്ങൾക്ക് അതിനുള്ള പ്രായശ്ചിത്തം കൂടി ചെയ്യണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇവിടെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് വളരെ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമാണ് യഹോവ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിന്ന് ഇത് പകലും മകനും മനസ്സിലിങ്ങനെ സങ്കല്പിച്ചു, ഇവർ 3 പേരും കൂടെ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒക്കെ ആയിട്ട് ഈ ഹോമയാഗം കഴിക്കാൻ പോകുമ്പോൾ ഈ കാളയും ആട്ടുകൊറ്റനും മാത്രം പോരല്ലോ, അബ്രഹാമും ഇസ്ഹാക്കും കൂടെ യാഗം കഴിക്കാൻ പോകുമ്പോൾ വിറക് ഉൾപ്പെടെ അതൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആ പോക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും യാഗം കഴിക്കാനായിട്ട് ഈ 3 സ്നേഹിതന്മാർ പോകുന്ന പോക്കൊരു പോക്കാണ്. ആ പോക്കൊരു ചെറിയ ജാഥ പോലെ തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാണുന്നവരോട് എന്താ നിങ്ങൾ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ എന്താ പറയണത്? ആ പറയാനുള്ള വിഷയം എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ മോശമായിട്ട് അയോഗ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു. ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ മൃഗങ്ങളെ ഹോമയാഗം കഴിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ കുറ്റസമ്മതത്തിൻ്റെയും വലിയൊരു ഏറ്റുപറച്ചിലിൻ്റെയും യാത്രയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ നാളുകളിൽ ദൈവജനത്തിൻ്റെ നടുവിൽ കുറ്റബോധമൊക്കെ ഉണ്ടായാലും ആരോടും അറിയരുതെന്നാണ് പൊതുവെ ആഗ്രഹിക്കാറ്. അത് വെളിപ്പെടാതിരിക്കട്ടെ എന്നാണ് അധികവും വിചാരിക്കുന്നത്. ഞാൻ പിന്നെ ഓർത്തു, ഇവരൊരു ഇളവ് പോലും ചോദിച്ചില്ല. കാരണം ഇയ്യോബിൻ്റെ അടുക്കൽ ചെല്ലണം, അല്ല വേറൊരു സ്ഥലത്ത് ഇയ്യോബും കൂടെ ഇങ്ങോട്ട് വന്ന് ഒരു ക്രമീകരണം ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ചോദിച്ചില്ല. ഞാനത് പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഇന്ന് ദൈവജനത്തിന് മധ്യ വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് ആ വീട്ടിലൊന്ന് കൂടാം, ആ വീട്ടിൽ പറ്റുകയില്ല, അങ്ങോട്ട് ഞങ്ങൾ വരികയില്ല, 2 പേർക്കും കൂടാവുന്ന ഒരു വീട്ടിൽ കൂടാം എന്ന് പറയും. പ്രിയപ്പെട്ടവർ, ഇതൊന്നും മാനസാന്തരത്തിൻ്റെ ലക്ഷണമല്ല. ഞാനിന്ന് ഈ ചരിത്രം ചിന്തിച്ചപ്പോൾ ഇവരെന്തു മനോഹരമായ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അവർ അയോഗ്യമായി സംസാരിച്ചു പോയതായ ആ പാപത്തിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അവരോട്
സംസാരിക്കാനിടയായിട്ട് തീരുമ്പോൾ യാതൊരു ലജ്ജയും കൂടാതെ ദൈവം എന്ത് പറഞ്ഞോ അത് വളരെ കൃത്യമായി നിർവഹിക്കുന്നതായ മനോഹരമായ മാതൃക നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം മാനസാന്തരത്തെ സ്വീകരിക്കണമെങ്കിൽ അത് ഏറ്റവും ഹൃദയപൂർവമായ മാനസാന്തരമായിരിക്കണം. യോഹന്നാൻ സ്നാപകൻ ധാരാളം പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ടല്ലോ. എന്താണ് ആ പ്രസംഗത്തിൻ്റെ അന്തസത്ത? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. അപ്പോൾ ഈ സ്നേഹിതന്മാർക്ക് കുറ്റബോധം തോന്നി. അവർ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, പരസ്യമായുള്ള ക്ഷമാപണത്തിൻ്റെ ആ സാക്ഷ്യവും വെളിപ്പെടുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ലക്ഷണം അവരിൽ കാണുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഒരു വാചോട് പറയാനായിട്ടുണ്ട്. അതിനിന്ന് രാത്രിയിൽ പറഞ്ഞങ്ങ് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ വാക്യങ്ങളോട് കടന്നു പോയപ്പോൾ ഓർത്തൊരു കാര്യം, ഈ സ്നേഹിതന്മാർ ഇയ്യോബിനെതിരെ ദോഷമായി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തായിരുന്നോ? അതെ, വാക്കിലുള്ള കാര്യമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ പ്രവൃത്തിയൊന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ ഹിസ്കിയാവ്, ഇന്ന് രാവിലെ ഞങ്ങളത് വായിച്ചായിരുന്നു, ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ വരുമ്പോൾ വളരെ ആഗ്രഹത്തോടെ പറയുന്നതായ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സൻഹേരീബിൻ്റെ ആക്ഷേപങ്ങളും കത്തും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ആവർത്തിച്ച് ഹിസ്കിയാവ് ധൈര്യപ്പെടുന്ന ഒരു കാര്യം, ദൈവം ആ വാക്കുകൾക്കനുസരിച്ച് ന്യായം വിധിക്കും. ഞാനിന്ന് രാവിലെ അധ്യായം വായിച്ചപ്പോഴും ഓർത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ സാധാരണ ജീവിതത്തിലുള്ള സംഭാഷണങ്ങൾ തന്നെ എത്രയോ സൂക്ഷ്മതയോടുകൂടി വേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ വാക്കുകളെ ദൈവം എത്രയോ ഗൗരവമായി കണ്ട് ഇടപെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ ചില വാക്കുകൾക്ക് വേണ്ടിയാണ് ഈ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒക്കെ ആയിട്ട് പോയി ഹോമയാഗം കഴിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള വാക്കുകളെ ഒന്ന് വിലയിരുത്താം. പ്രവൃത്തികളുടെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. വാക്കുകൾ വിലയിരുത്തണമെങ്കിൽ പ്രവൃത്തി എത്രയോ അധികം വിലയിരുത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും ഇനിയും കണക്ക് തീർക്കാത്തതായ എന്തെങ്കിലും കാര്യങ്ങൾ കണക്ക് തീർക്കാനൊക്കെ അന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആവർത്തിച്ച് പലവട്ടം പറഞ്ഞു കാണും. മാടിയൊരു മുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതാണല്ലോ. അത് കർത്താവിനെ സ്വീകരിക്കാത്ത പാപം മാത്രമല്ലല്ലോ, പിന്നെയോ നമ്മുടെ ഏത് പാപവും ഓർമ്മപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമല്ലോ. കഴിഞ്ഞ നാളിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം കൃത്യമായിട്ട് അനുസരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ പരിശോധിക്കാനും ഇനിയും അനുസരിക്കാത്തതായ കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചേക്കാതെ അതിന് പരിഹാരം കണ്ടെത്തി നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്ക് കൊടുത്തതായ സന്ദേശവും അവരുടെ മാനസാന്തരവും അവർ ചെയ്ത പ്രായശ്ചിത്തവും എത്രയോ ഉന്നതമായ പാഠങ്ങളാണ് നമുക്ക് തരുവാനിടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ പാഠം പഠിച്ചാൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ കൽപ്പന നമ്മൾ വളരെ ശിരസ വഹിച്ച് അത് തെറ്റിക്കാതെ ആവോളം സൂക്ഷിക്കും. നിങ്ങൾ വിധിക്കരുത്, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. കാരണം മനുഷ്യർക്ക് നമ്മെ വിധിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വിധിച്ചാൽ സ്വർഗത്തിലെ ദൈവം എല്ലാം നന്നായിട്ട് അറിയുന്നവൻ, നീതിയുള്ള വിശ്വസ്തനായ ദൈവം നിശ്ചയമായിട്ടും വിധിക്കും എന്നുള്ളതായ ആ ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ ഭയം നമ്മെ ഭരിച്ചാൽ നമ്മുടെ സംസാരം പോലും വളരെ നിയന്ത്രിക്കപ്പെടുവാൻ
ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച ഉൾക്കൊണ്ട് ജീവിക്കത്തക്കവണ്ണം നമ്മുടെ പ്രാണപ്രിയം നൽകിയ ഈ കൽപ്പന മുഖാന്തരമായിട്ട് തീരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.